ചെറുപ്പം തൊട്ട് ഒരുപാട് ഇഷ്ടമുള്ളതൊന്നും എനിക്ക് കിട്ടാറില്ല. ഇപ്പം എനിക്ക് കുറച്ച് കൂടുതൽ സന്തോഷം തോന്നിയാൽ പോലും ഭയങ്കര പേടിയാണ്. ഇനി ഇതിലും വലിയ സങ്കടം എന്തെങ്കിലും വരാനാണ്. അങ്ങനെ വീണ്ടും ബ്ലാസ്റ്റേഴ്സ് മറ്റൊരു മത്സരത്തിന് കൂടി പരാജയപ്പെട്ടു. എജ്ജാതി കളിയായിരുന്നു ഇരു ടീമും. കിടിലൻ കളി തന്നെയായിരുന്നു നമ്മൾ കണ്ടിരുന്നത്. 2-നെതിരെ 3 ഗോളുകൾക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാനെതിരെ പരാജയപ്പെട്ടത്. ഈ ഒരു കളിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. സെക്കൻഡ് ഹാഫിൽ കേരള ബ്ലാസ്റ്റേഴ്സ് 2 ഗോളുകൾ അടിച്ച് മത്സരത്തിലേക്ക് തിരിച്ചു വന്നു. പക്ഷേ പിന്നീട് അവർ കണ്ടത് മറ്റൊന്നായിരുന്നു. പിന്നീട് മോഹൻ ബഗാന്റെ നിരന്തരമായിട്ടുള്ള ആക്രമണം നമ്മൾ കളിയിൽ കണ്ടു. ഇരു ടീമും കിടിലൻ പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചത്. പിന്നെ ഈ ഒരു മത്സരത്തിൽ എടുത്തു പറയേണ്ട ഒരു പ്ലെയർ തന്നെയാണ് ജീസസ് ജിമിനസ്. അദ്ദേഹം കിടിലൻ പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചത്. അതുപോലെ തന്നെ ഡിഫൻസിലെ കുറെ മിസ്റ്റേക്ക് പരിഹാരം കണ്ടതുപോലെ തന്നെയായിരുന്നു ഈ ഒരു കളിയിൽ നമ്മൾ കണ്ടത്. പ്രീതം കോട്ടാലൊക്കെ കിടിലൻ പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചത്. അതുപോലെ തന്നെ മിലോസ് ഡ്രീൻസിച്ച് അദ്ദേഹത്തിന്റെ ജോലി കൃത്യമായിട്ട് നിർവഹിച്ചു. പിന്നെ ഈ ഒരു മത്സരത്തിൽ സഹീഫ് ഫസ്റ്റ് 11 തന്നെ സ്ഥാനം പിടിച്ചു. അദ്ദേഹത്തിന്റെ ജോലി കൃത്യമായിട്ട് നിർവഹിച്ചെന്ന് തന്നെ വേണം പറയാം. ഈ ഒരു കളിയിലും കേരള ബ്ലാസ്റ്റേഴ്സ് മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. പക്ഷെ 2 ഗോൾ അടിച്ചതിന് ശേഷം മോഹൻ ബഗാൻ ഒരു അറ്റാക്കിംഗ് ഫുട്ബോൾ തന്നെയാണ് കാഴ്ചവെച്ചത്. പിന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ പോസ്റ്റിലേക്ക് 2 ഗോൾ വന്നതും സച്ചിന്റെ ഒരു മിസ്റ്റേക്ക് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു പക്ഷേ ആ ഒരു ബോള് സച്ചിന് കൃത്യമായിട്ട് പിടിക്കാമായിരുന്നു. പക്ഷെ സച്ചിൻ അത് നേരെ സേവ് ചെയ്തുകൊണ്ട് അത് നേരെ അവരുടെ തൊള്ളിയിലേക്ക് ഇട്ടു. ഈ ഒരു മത്സരത്തിൽ പരാജയപ്പെട്ടു എന്ന് പറയും കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു മികച്ച പ്രകടനം തന്നെയായിരുന്നു കാഴ്ചവെച്ചത്. ഇനിയുള്ള മത്സരങ്ങളിൽ ഇതുപോലത്തെ ഒരു കളി കളിച്ചാൽ തീർച്ചയായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സിന് ജയിക്കാൻ പറ്റും. ഇനി ആ ഡിഫൻസിന്റെ പോരായ്മകളും അതുപോലെ കീപ്പേഴ്സിന്റെ പോരായ്മകളും ഒന്ന് പരിഹരിച്ചു കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു കിടിലൻ ടീം തന്നെ ആയിരിക്കും. പിന്നെ മോഹൻ ബഗാൻ നിർണായകമായ 2 മാറ്റങ്ങൾ നടത്തി. ജെയ്സൺ കമ്മിൻസും ആഷിഖ് ഉർണിയനും കളിക്കളത്തിലേക്ക് എത്തി. ആഷിഖ് കളത്തിലെത്തിയോടെ മോഹൻ ബഗാൻ ഒരു അറ്റാക്കിംഗ് ഫുട്ബോൾ തന്നെയാണ് കാഴ്ചവെച്ചത്. ആഷിഖിന്റെ വിങ്ങിലൂടെയുള്ള അറ്റാക്ക് ബ്ലാസ്റ്റേഴ്സിന് പ്രതിരോധിക്കാൻ കുറച്ച് കഷ്ടപ്പാട് തന്നെയായിരുന്നു. ഇരു ടീമും നിരന്തരമായ ഒരു അറ്റാക്കിംഗ് ഫുട്ബോൾ തന്നെയാണ് കാഴ്ചവെച്ചത്. ആ ഒരു കളി കാണാൻ തന്നെ വേറെ വൈബ് തന്നെയായിരുന്നു. എന്തായാലും അടുത്ത മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇതുപോലൊരു കളി നടത്തി തിരിച്ചു വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത മത്സരം മുഹമ്മദ് എഫ്സിക്കെതിരെയാണ്. അത് കൊച്ചിയുടെ മണ്ണിലാണ്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം ആ ഒരു പോരാട്ടത്തിന്. മോഹൻ ബഗാൻ കളി ആരംഭിച്ച മുതൽ തന്നെ ഒരു ബോൾ പൊസിഷൻ ഫുട്ബോൾ തന്നെയാണ് കാഴ്ചവെച്ചത്. എന്നാലും മോഹൻ ബഗാൻ എത്ര പെട്ടെന്നാണ് ആ ഒരു കളിയിലോട്ട് തിരിച്ചു വന്നത്. മോഹൻ ബഗാന്റെ സ്ട്രൈക്കേഴ്സ് അമേസിംഗ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കിട്ടുന്ന പെർഫോമൻസ് തന്നെയാണ് അവരുടെ സ്ട്രൈക്കേഴ്സും കാഴ്ചവെച്ചത്. ഇനി നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന് പ്രതീക്ഷിക്കാം. കാരണം ഈ ഒരു മത്സരത്തിൽ ഈ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുമെന്ന് ആരും വിചാരിച്ചിട്ടില്ല. പക്ഷേ കിട്ടുന്ന പെർഫോമൻസ് തന്നെയായിരുന്നു ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചത്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരത്തിൽ തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം. സോ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒപ്പീനിയനൊക്കെ താഴെ കമന്റ് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്ക് എല്ലാവർക്കും ഗുഡ് ബൈ. എന്തായാലും നമുക്ക് അടുത്ത മത്സരം വരെ കാത്തിരിക്കാം. സോ അടുത്ത മത്സരത്തിൽ ആര് ജയിക്കും ആര് പരാജയപ്പെടും എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം.